ഈ ലോകത്ത് 90% ആളുകളും വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചു വരുന്നവരാണ്. പക്ഷെ അതിൽ 10% പേർ മാത്രമാണ് വിചാരിച്ച രീതിയിൽ ലൈഫിൽ രക്ഷപ്പെടുന്നത്. ബാക്കി 90% പേരും എത്ര ശ്രമിച്ചാലും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കും. നിങ്ങളുടെ ജീവിതം ഒരടി പോലും മുന്നോട്ട് പോകാതെ എങ്ങും എത്താതെ നിൽക്കുകയാണോ? എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ ആ 7 ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കറക്റ്റ് ട്രാക്കിലാണെന്നാണ്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മളെ പരാജയത്തിലേക്ക് വലിച്ചിഴക്കുന്ന ചില നെഗറ്റീവ് ഹാബിറ്റ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഇത് പ്രായമാവുന്നതിന് മുമ്പ് ഇപ്പം തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അവസ്ഥ മാറാൻ പോകുന്നില്ല. ഈ 7 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും വ്യക്തമായി നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ 7 ലക്ഷണങ്ങൾ എന്താണെന്നും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. നമ്മൾ പലപ്പോഴും പരാജയങ്ങൾക്ക് കാരണം ഭാഗ്യമില്ലായ്മയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ആണെന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കാറുണ്ട്, അല്ലേ? എന്നാൽ യഥാർത്ഥ പ്രശ്നം നമ്മുടെ മൈൻഡ് സെറ്റും ചില മോശം ശീലങ്ങളുമാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ ആ കടക്കാരൻ കൃത്യമായ കണക്കോ പുതിയ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ബിസിനസ് പ്ലാനിങ്ങോ ഇല്ലാതെയാണ് ആ ഷോപ്പ് നടത്തുന്നതെങ്കിൽ അധികം വൈകാതെ ആ കട പൂട്ടിപ്പോകും. ഇതേപോലെയാണ് നമ്മുടെ ജീവിതവും. ഒരു കൃത്യതയോ പ്ലാനോ സ്വയം തിരുത്താനുള്ള മനസ്സോ ഇല്ലെങ്കിൽ നമ്മൾ എത്ര ഓടിയാലും ഒരേ വട്ടത്തിൽ തന്നെ കിടന്നു കറങ്ങും. വിജയിക്കാത്ത ആളുകളുടെ ഉള്ളിൽ വർഷങ്ങളായി കിടക്കുന്ന 7 സ്ലോ പോയിസൺ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? എല്ലാം മാറ്റിവെക്കുന്ന സ്വഭാവം. എന്ത് കാര്യങ്ങളായാലും നാളേക്ക് മാറ്റിവെക്കുന്നതാണ് പരാജയത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം, അടുത്ത തിങ്കളാഴ്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെയാണ് കൊന്നൊടുക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷെ അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നു. ഓർക്കുക, ആ തിങ്കളാഴ്ച ഒരിക്കലും ഇനി വരില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ കംഫർട്ട് സോണിൽ കുടുങ്ങിക്കിടക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കാൻ നോക്കിയാൽ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പേടിയുള്ളവർ എപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ തുടരും. ഉദാഹരണത്തിന്, ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ശമ്പളമോ വളർച്ചയോ ഇല്ലെന്നറിഞ്ഞിട്ടും പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ ബിസിനസ് തുടങ്ങാനോ ഉള്ള പേടി കാരണം വർഷങ്ങളായി അവിടെ തന്നെ തുടങ്ങുന്നത്. അത് നമ്മളെ പഴയ ലെവൽ ജീവിതത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ വർക്കൗട്ട് ചെയ്യാനും പുതിയ ജോലികൾ കണ്ടെത്താനും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും നമ്മൾ എപ്പോഴാണോ വിചാരിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ അത് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ പരാജയങ്ങൾക്ക് കാരണം നിങ്ങളുടെ വീട്ടുകാരോ സുഹൃത്തുക്കളോ സാഹചര്യങ്ങളോ ആണെന്ന് പറയുന്ന സ്വഭാവം. സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം 100% നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അത് മറ്റുള്ളവരിലേക്ക് ചാർത്തിക്കൊടുക്കരുത്. ഉദാഹരണത്തിന്, പരീക്ഷ തോറ്റതിന് ചോദ്യപേപ്പർ കഠിനമായിരുന്നു എന്ന് പറയുന്നതും ബിസിനസ് പൊട്ടിയതിന് പാർട്ട്ണർ ശരിയല്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നതും ഇതിന് ഉദാഹരണമാണ്. നാലാമത്തെ പോയിന്റ്, ലേണിംഗ് മൈൻഡ് സെറ്റ് ഇല്ലാതിരിക്കുക. പുതിയതൊന്നും പഠിക്കാതിരിക്കുക. എനിക്കെല്ലാം അറിയാമെന്ന ഭാവം അല്ലെങ്കിൽ സ്കൂളിലോ കോളേജ് കഴിഞ്ഞതോടെ പഠിത്തം നിർത്തി എന്ന് ചിന്തിക്കുന്നവർക്ക് കാലത്തിനനുസരിച്ച് മാറാൻ കഴിയില്ല. ലോകം മാറുമ്പോൾ മാറാത്തവർ പിന്നിലായി പോകും. ഉദാഹരണത്തിന്, സ്മാർട്ട് ഫോണുകളുടെ പുതിയ ടെക്നോളജികൾ വന്നപ്പോൾ അത് പഠിച്ചെടുക്കാൻ മടി കാണിച്ച് പഴയ രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യാൻ നോക്കിയ പല വലിയ കമ്പനികളും ഇന്ന് പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ പുതിയതിനനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, ലക്ഷ്യങ്ങളും ഇല്ലാതിരിക്കുക. ഒരു ലക്ഷ്യവും ഇല്ലാതെ രാവിലെ എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, രാത്രി ഉറങ്ങുന്നു. ഒരഡ്രസ്സ് ഇല്ലാതെ ലെറ്റർ അയച്ചാൽ അത് എവിടെയും എത്തില്ലല്ലോ. അതുപോലെയാണ് ലക്ഷ്യമില്ലാത്ത ജീവിതവും. ഉദാഹരണം ഞാൻ പറയട്ടെ. വരും വർഷങ്ങളിൽ സാമ്പത്തികമായി എവിടെ എത്തണം, എന്ത് നേടണമെന്ന് ഒരു ഡയറിയിലോ പേപ്പറിലോ പോലും കുറിച്ച് വെക്കാത്തവർ എങ്ങും എത്താതെ അലഞ്ഞു തിരിയും. ആറാമത്തെ പോയിന്റ്, മോശം സൗഹൃദ വലയം. നിങ്ങളുടെ ചുറ്റുമുള്ള 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ. എപ്പോഴും നെഗറ്റീവ് പറയുന്ന, വലിയ ലക്ഷ്യങ്ങളില്ലാത്ത, വെറുതെ സമയം കളയുന്ന ആളുകളുടെ കൂടെ നടന്നാൽ നിങ്ങളുടെ ചിന്തയും അങ്ങനെയാകും. നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് തൃപ്തി ഉണ്ടാവില്ല.
നമ്മൾ നല്ല കാര്യം ചെയ്താലും അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്തിയാലും പുതിയൊരു ഡ്രസ്സ് ഇട്ടാലും അവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെയുള്ളവരെ ദൂരെ നിർത്തുക. ഉദാഹരണം ഞാൻ പറയട്ടെ, നിങ്ങൾ പുതിയൊരു ബിസിനസ് ഐഡിയ പറയുമ്പോൾ അതൊന്നും നടക്കില്ല, നിനക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്തുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ വളർച്ച തടയും. 7ാമത്തെ പോയിന്റ്, സമ്പാദ്യശീലമില്ലായ്മ, കടം വാങ്ങി ആഡംബരം കാണിക്കൽ. വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുകയും മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി കടം വാങ്ങി ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന സ്വഭാവം. ഇത് നിങ്ങളെ വലിയൊരു സാമ്പത്തിക കെണിയിലാക്കും. ഉദാഹരണത്തിന്, കയ്യിൽ പണമില്ലാഞ്ഞിട്ടും ആഡംബര ഫോണോ വണ്ടിയോ EMIക്ക് എടുത്ത് അതിൻ്റെ തിരിച്ചടവിനായി മാത്രം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞയുടൻ ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുക്കുക. ഈ പറഞ്ഞ 7 ലക്ഷണങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളതെന്ന് സ്വയം ചിന്തിച്ച് സത്യസന്ധമായി എഴുതുക. അത് മാറ്റാൻ ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക. കാരണം സ്വയം തിരിച്ചറിവാണ് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ പടി. ഈ പറഞ്ഞ 7 ലക്ഷണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ തയ്യാറായാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നതിൽ ഒരു സംശയവും വേണ്ട. മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകില്ല, പക്ഷേ നിരന്തരമായ ശ്രമത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഈ 7 എണ്ണത്തിൽ നിങ്ങളിലുള്ള ആ ലക്ഷണം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.